മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യശാലകളിലും മദ്യക്കുപ്പികളിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ആരോഗ്യത്തിന് മാത്രമല്ല, ജീവന് തന്നെ ഹാനികരമെന്ന് എഴുതി വെക്കേണ്ടി വരും. മദ്യശാലകളിലും ബെവറേജിന് മുന്നിലും ഉണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും കൊലപാതകത്തിലാണ് കലാശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ ബെവറേജിന് മുന്നിൽ നടന്ന അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിൽ 2 പേരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ ഷംസുദ്ദീനെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പെരുമ്പാവൂർ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ വെച്ച കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 3-അംഗ സംഘം വാക്കുതർക്കത്തിലേർപ്പെട്ടത്. അത് പിന്നീട് അടിപിടിയിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ അജിംസ, ബാവ എന്നിവർ ചേർന്ന് മർദ്ദിച്ച മുടിക്കൽ സ്വദേശി ഷംസുദ്ദീൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. പരിസരത്ത് നിന്ന് ലഭിച്ച ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച അജിംസ് ഷംസുദ്ദീനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഷംസുദ്ദീനെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ കൈകൊണ്ട് മുഖത്തിടിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ കൈകാലുകൾക്കും വാരിയലിനും പരിക്കേറ്റ ഷംസുദ്ദീനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് മൊഴിയെടുക്കാനായി ശ്രമിച്ചപ്പോൾ വാർക്കയുടെ മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. എന്നാൽ പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. പ്രതികളെ പെരുമ്പാവൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾ അടിക്കാനായി ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ് സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. ഇവർ തമ്മിൽ ഇടയ്ക്കിടെ അടിപിടി ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഇതിന് മുൻപുണ്ടായ ഒരു ചെറിയ സംഭവത്തിലെ വൈരാഗ്യം മൂലമാണ് വീണ്ടും ഏറ്റുമുട്ടിയത്. ന്യൂസ് 18 കൊച്ചി.